ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം കെട്ടുപോകാതെ വണ്ണം അതിനെ മുറുകെ പിടിക്കുവാൻ വേണ്ടി നാം പ്രവചനങ്ങളെ ശോധന ചെയ്യുക. താഴ്മയോടുകൂടി മനോഭാവത്തോടുകൂടി പ്രവചനങ്ങളെ നാം ശോധന ചെയ്യുക. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് വചനം സംസാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ളൊരു കാരണത്തെയാണ് നിങ്ങളുടെ മുന്നിൽ ഏൽപ്പിക്കുന്നത്. ശോധന ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും നടമാടുന്ന ഈ ലോകം മോഹങ്ങളിൽ നിന്ന് നാം വേറിട്ട് ചിന്തിക്കുക. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നമുക്ക് ഇവരെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. നല്ലതേത്, അന്ധകാരത്തിൽ നിന്ന് വന്നതേത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് യഥാർത്ഥമായി പരിശുദ്ധിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ദൈവവചനന്മാരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നമുക്ക് അപ്രകാരമുള്ള ദൈവവചനം നമ്മളിൽ ക്ലിയർ ആകുവാൻ തക്കവണ്ണം നാം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 21 22 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിപ്പിക്കുവിൻ, സകല ദോഷങ്ങളും വിട്ടകലുവിൻ. നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്. അപ്രകാരം നിങ്ങളുടെ ആത്മാവിനെ കെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവനാമത്തിൽ നിന്നുകൊണ്ട്, ദൈവവചനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ പ്രവാചകന്മാരെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും കെടുക്കരുത്. നല്ലത് മാത്രം ശോധന ചെയ്യുക. പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ ശോധന ചെയ്യുക. അതിനുശേഷം നല്ലത് മാത്രം മുറുകെ പിടിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം അപ്രകാരം പ്രവചനങ്ങളെ ശുദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ ശോധന ചെയ്യേണ്ടത് ആവശ്യമായി തീരുന്നിരിക്കുന്നു. നമുക്ക് മത്തായിയുടെ യിരെമ്യാ പ്രവാചകന്റെ കാര്യം തന്നെ നോക്കാം. അദ്ദേഹം പ്രവചിച്ച കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കത് ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവിടെ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം: അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ വചനങ്ങൾ പ്രവചിച്ചതിന് ശേഷം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഇപ്രകാരം ഒരു സംഭവം സംഭവിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ സംഭവം തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21 22 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇപ്രകാരം ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമ്പോൾ ഈ ദൈവത്തെ നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ ഭൂജാതനായിരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ. ഇതിന് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. എപ്രകാരമാണ് ഇത് ആയത്? പ്രവാചകൻ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുളപ്പാടാണ് അവിടെ ദൈവം നടത്തിയത്. അവിടെ യെശയ്യാ പ്രവാചകൻ നടത്തിയത് ദൈവത്തിൻ്റെ ആ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരം അവനിൽ പറഞ്ഞ കാര്യങ്ങളാണ് അവൻ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെയും പ്രസ്താവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർ മുഖാന്തരം നമ്മെ അറിയിക്കുമ്പോൾ നാം അതിനെ തുച്ഛീകരിക്കരുത്, ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത്. നാം അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിക്കുക. ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എപ്രകാരമാണ് നാം അവരെ ശോധന ചെയ്യേണ്ടത്? വചനം 4 തരത്തിലുള്ള പരിശോധനാ വിധികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. അതിന് ഒന്നാമതായി നിൽക്കുന്നത് മത്തായിയുടെ സുവിശേഷം യെശയ്യാവിൻ്റെ പുസ്തകം യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ് ഒന്നാമതായി നിൽക്കുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒന്നാമതായി നാം പരിശോധിക്കേണ്ടത് ഇപ്രകാരമാകുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവരിൽ അരുണോദയം ഉണ്ടായിട്ടില്ല. ഇവിടെ വചനം പറയുന്നു, ഇപ്രകാരം ഉപദേശത്തിനും സാക്ഷ്യത്തിനായും വരുവിൻ എന്ന് പറയുന്ന ആ പ്രവാചകന്മാരെ മാത്രം നാം വിശ്വസിക്കുക. എന്തുപദേശിക്കുവാനാണ് അവർ വരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ രക്ഷിതാവായി ഈ ലോകത്തിലായിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല.
മറ്റൊരു പ്രവാചകന്മാരിലും രക്ഷയില്ല, മറ്റൊരു ആൾ ദൈവത്തിലും രക്ഷയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയെന്ന് വിശ്വസിക്കുന്ന എല്ലാ പ്രവാചകന്മാരും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വന്നതാ. ഇല്ലാത്തവർ എല്ലാം അന്ധകാരത്തിന്റെ ആത്മാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തെറ്റിക്കുവാൻ തക്കവണ്ണം പിശാച് ഒരുക്കിയിരിക്കുന്ന കെണിയത്രേ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ശോധന ചെയ്യുക, നല്ലത് മാത്രം മുറുകെ പിടിക്കുക. അവൻ നിങ്ങളോട് വന്ന് ഉപദേശിക്കും, നിങ്ങളോട് വന്ന് സാക്ഷീകരിക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകുന്നു നാം സാക്ഷീകരിക്കേണ്ടത്, നാം ഉപദേശിക്കേണ്ടത് എന്ന് നമ്മോട് സംസാരിക്കും. അപ്രകാരം സംസാരിക്കുമ്പോൾ മാത്രം നാം ലജ്ജയോടുകൂടി അല്ലെങ്കിൽ അവനോടുകൂടെ കേട്ടുകൊള്ളുക, അവൻ്റെ സന്നിധിയിൽ നാം നിരന്നുകൊള്ളുക. ഇല്ല എങ്കിൽ നാം ചിന്തിക്കുക, ഈ ആത്മാവ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപദേശം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആത്മാവ് വന്നിരിക്കുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, അത് അന്ധകാരത്തിൽ നിന്നത്രേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ആദ്യം നിന്റെ സന്നിധിയിൽ ഒരു പ്രവാചകൻ വന്ന് നിന്നോട് അരുളപ്പാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ, അതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ആദ്യത്തെ ടെസ്റ്റ് നടത്തിക്കൊള്ളുക, ആദ്യത്തെ പരിശോധന നടത്തിക്കൊള്ളുക. യെശയ്യാ പ്രവചനം ഇപ്രകാരം പറയുന്നു, നീ ശോധന ചെയ്യുക, നിന്റെ അടുത്തേക്ക് വരുന്ന ആ ദൈവ പൈതലിനെ നീ ശോധന ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവവചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി രണ്ടാമതായി നാം എപ്രകാരമാണ് ആ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത്, ഒരു പ്രവാചകനെ മനസ്സിലാക്കുന്നത്? രണ്ടാമത്തെ പരിശോധന ഇപ്രകാരമാണ് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇവിടെ വചനം പറയുന്നു, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ ഫലം എന്താണ്? അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നോക്കുക. നാം പലപ്പോഴും അവരുടെ വചനങ്ങളിൽ മാത്രം വിശ്വസിക്കും. അവർ എന്താണോ പറയുന്നത് അത് മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകും. ഒരിക്കലും അവരെക്കുറിച്ച് ചിന്തിക്കുവാനോ അവരുടെ സ്വഭാവ സവിശേഷത എപ്രകാരമാണോ എന്ന് നാം ചിന്തിക്കാറില്ല. അവർ ജീവിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അവരുടെ പേര് എപ്രകാരമായിരിക്കുന്നു, അവരുടെ പേര് എപ്രകാരം ഉന്നതിയിലാണോ, അവരുടെ പേര് സത്യസന്ധമായതാണോ എന്ന് നാം ചിന്തിക്കാറില്ല. അവർ പറയുന്ന ഉപദേശങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അന്ധമായ രീതിയിൽ വിശ്വാസ ജീവിതം നയിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ അടുത്ത് ഒരു പ്രവാചകനെ അയക്കുമ്പോൾ അവനെ എപ്രകാരമുള്ളതാണ് എന്ന് നിശോധന ചെയ്യേണ്ടത് നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ കടമയാകുന്നു. ഇവിടെ വചനം പറയുന്നു, അവൻ്റെ ഫലത്താൽ നീ അവരെ തിരിച്ചറിയും. ഈ ഭാഗങ്ങളൊക്കെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവരുടെ ഫലം ദൈവത്തിൻ്റെ ആത്മീയ ഫലങ്ങളായിരിക്കും അവരിലുണ്ടായിരിക്കുന്നത്. അവരുടെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ കരുണയുണ്ടായിരിക്കും, താഴ്മയുണ്ടായിരിക്കും, നേരിൻ്റെ അനുഭവം ഉണ്ടായിരിക്കും, അവരിൽ സ്നേഹമുണ്ടായിരിക്കും. ഈ സ്നേഹമൊക്കെയും അനുഭവിക്കുവാൻ തക്കവണ്ണം അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കുന്നവർക്ക് സാധ്യമായി തീരും. അവരിൽ ഒരു അസൂയയും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവരിൽ ഒരു ലോകവിധ മോഹങ്ങളും ഉണ്ടായിരിക്കുകയില്ല, അവരിൽ ദ്രവ്യാഗ്രഹം ഉണ്ടായിരിക്കുകയില്ല, അവർ പണത്തിനായി ആഗ്രഹിക്കുകയില്ല, അവർ സമ്പത്തിനായി ആഗ്രഹിക്കുകയില്ല. അവരിലെപ്പോഴും ശാന്തമായുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കും, സ്വഭാവ സവിശേഷതയുണ്ടായിരിക്കും. ഇത് തന്നെയാണ് അവരുടെ ആത്മീയ ഫലങ്ങൾ എന്ന് പറയുന്നത്. ആത്മീയ ഫലങ്ങൾ നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ ആത്മീയ ഫലങ്ങൾ അവരിലുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിലുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്രകാരം ഉള്ള പ്രവാചകൻ മാത്രം പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, ദൈവസന്നിധിയിൽ അനുസരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ പ്രവാചകന്മാർ നമ്മെ ഓരോരുത്തരും ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇത് മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ പരിശോധന എന്ന് പറയുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകം, യിരെമ്യാ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ പ്രവചനം നിവർത്തിയാകുമ്പോൾ അവൻ സത്യമായി യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു. അവിടെ പറയുന്നു, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ അവൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ടും സംഭവിക്കും. ആ സംഭവിക്കുന്ന കാര്യങ്ങൾ സത്യമാകുമ്പോൾ അവനിൽ വിശ്വസിക്കുക എന്ന് യിരെമ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ വചനം പറയുന്നു, ഈ അവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ സത്യമായും സംഭവിക്കുമ്പോൾ അവൻ പ്രവചിക്കുന്ന കാര്യങ്ങളിൽ നാം സത്യമായി അടിയുറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസ പ്രമാണങ്ങളെ നാം ഓർത്തുകൊള്ളുക. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവചിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. കാരണം വരുവാനുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നത്.
അല്ലാതെ നിന്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നിന്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. നീ പാപിയായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നീ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിലൊരു മാറ്റവുമില്ല. ഇനി എന്താണ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? ഇനി എന്താണ് നിന്റെ ജീവിതത്തിൽ പ്രവചിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ഇനി എന്താണ് നിന്റെ ജീവിതത്തിൽ ദൈവം നടത്തുവാൻ പോകുന്നത്? അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതേക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രവാചകന്മാരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിതമായി വന്നിരിക്കുന്നു. അപ്രകാരം പ്രവചിക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇല്ല എങ്കിൽ നിന്റെ പഴയ കാലത്തെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിന്റെ പഴയ കാലത്തിൻ്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ആത്മാവിനെ വഹിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈ അശുദ്ധാത്മാവിൻ്റെ പ്രവാചകന്മാരെ, കള്ളപ്രവാചകന്മാരെ നീ തിരിച്ചറിയുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. കാരണം വിശ്വാസ ജീവിതത്തിൽ നാം അപ്രകാരമുള്ളവരായിരിക്കുക. ഒരിക്കലും നിന്നെ മണ്ടത്തരമാക്കുന്ന അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളല്ല ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ബുദ്ധിയുടെ ഒരാത്മാവിനെയാണ് ദൈവം ഒരു കാര്യസ്ഥനെ പോലെ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ടെസ്റ്റുകളെല്ലാം നടത്തിയതിന് ശേഷം മാത്രം നീ അവനെ വിശ്വസിക്കുക. ഈ പരിശോധന എല്ലാം നടത്തിയതിന് ശേഷം മാത്രം നീ അവനെ വിശ്വസിക്കുക. ഈ ശോധനയെല്ലാം ചെയ്തതിന് ശേഷം മാത്രം അവനിൽ വിശ്വസിക്കുക. ഇവിടെ പറയുന്നു, ആ പ്രവാചകൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ സത്യമായും സംഭവിച്ചിരിക്കും. അതുകൊണ്ട് സത്യമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുക. ചില കാര്യങ്ങളിൽ നാം കരുതലോടുകൂടെ തന്നെ നീങ്ങുക. ഈ കാര്യങ്ങളെല്ലാം ചന്തോമുചിതവുമായി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു, ഈ ലോകത്തിൽ നിന്നോട് സംസാരിക്കുന്ന പ്രവാചകൻ കള്ളപ്രവാചകനാണോ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന പ്രവാചകനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ അവനിലൊരു തേജസ് ഉണ്ടായിരിക്കും, അവനിലൊരു പ്രത്യാശ ഉണ്ടായിരിക്കും. നീ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ്, നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമെന്നുള്ളൊരു പ്രത്യാശ നിനക്ക് നൽകുവാൻ തക്കവണ്ണം അവന് സാധ്യമാക്കി തീരും. അപ്രകാരം ഒരു പ്രവാചകനെയാണ്, അല്ലെങ്കിൽ ദിവ്യ പുരുഷനെയാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഒരു ദിവ്യ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിനക്കുണ്ടാകേണ്ടത്. ഈ കാര്യമൊക്കെയും ദൈവം നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരം നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. താഴ്മയോടുകൂടി ഈ കാര്യങ്ങളൊക്കെയും നീ അറിഞ്ഞുകൊള്ളുക, ദൈവസന്നിധിയിൽ അറിഞ്ഞുകൊള്ളുക. എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക, ശോധന ചെയ്യുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ശോധന ചെയ്യുക, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. പ്രവാചകന്മാർ പറയുന്നത്, അല്ലെങ്കിൽ ദൈവദാസന്മാർ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും, ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വന്നതാണോ, അതോ കള്ളപ്രവാചകന്മാർ മുഖാന്തരം കള്ളക്രിസ്തുക്കൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇനി അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ദൈവാത്മാവ് ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ നിന്ന് വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ള അല്ല, അത് എതിർ ക്രിസ്തു അത്രേ ആകുന്നു. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് ഇവിടെ വചനം പറയുന്നു. ഇവിടെ യോഹന്നാൻ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് പല അത്ഭുത പ്രവർത്തികളും കാണിക്കുവാൻ സാധിക്കും. അവിടെ നമുക്ക് വിശ്വാസത്തിന് അതീതമായ രീതിയിൽ നമ്മളോട് അത്ഭുത പ്രവൃത്തികൾ കാണിക്കും, അല്ലെങ്കിൽ പ്രവചിക്കുക തന്നെ ചെയ്യും. ചില കാര്യങ്ങളൊക്കെ സത്യമായി സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അവരോട് അടിയുറച്ച് വിശ്വസിക്കും. ഇതെല്ലാം നമ്മളെ ഒരു മായയത്രേ, കള്ളപ്രവാചകന്മാർ ഉണ്ടാക്കുന്ന ഓരോ മായയത്രേ. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി, കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അവൻ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ആത്മാവ്, അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാകുന്നു. അപ്രകാരം ഒരു ആത്മാവിനെയാണ് നിനക്കാവശ്യം. അപ്രകാരം ഒരു ആത്മാവ് പ്രവചിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സത്യമാകുകയുള്ളൂ എന്ന് ഇവിടെ വചനം പറയുന്നു. ഇപ്രകാരം വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നാം പലപ്പോഴും മായയിൽ വീണുകൊണ്ട് അന്ധമായുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നു.
അപ്രകാരം ഒരു വിശ്വാസമല്ല ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ള ആത്മാവിനെയാണ് നിനക്ക് നൽകിയിരിക്കുന്നത്. അപ്രകാരം ഒരു ബുദ്ധിയുള്ള ആത്മാവ് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നീ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്നുകൊണ്ട് താഴ്മയോടുകൂടി നിന്റെ വിശ്വാസ ജീവിതം നയിക്കുകയാണ് എങ്കിൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അനേകം അത്ഭുത പ്രവൃത്തികൾ ചെയ്യും, അനേകം അവർ ആത്മാക്കളോട് സംസാരിക്കും, ഇതെല്ലാം അവർ കാണിക്കുക ചെയ്യും. പക്ഷേ കർത്താവ് യേശുക്രിസ്തു ആരെ എന്ന് ചോദിക്കുമ്പോൾ അവനെ മാത്രം അറിയാത്ത ഒരു ആത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെല്ലാം വരുന്നത് ഒരുപക്ഷെ നിന്റെ സമ്പത്ത് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ ലോകത്തിനോടുള്ള മോഹം കണ്ടിട്ടായിരിക്കും, നിന്റെ വ്യഗ്രത കണ്ടിട്ടായിരിക്കും. ഇതെല്ലാം നീ ഓർത്തുകൊള്ളുക. നിന്നെ മുൻപേ അറിഞ്ഞു വെച്ചതിന് ശേഷം നിന്റെ പഴയ കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കും. അപ്പോൾ നീ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു എന്നവർക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ കബളിപ്പിക്കപ്പെടുവാൻ വരുന്ന ഈ കള്ള ആത്മാക്കളെ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെ ഓർത്തുകൊള്ളുക. ഈ വചനങ്ങളൊക്കെയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ വചനങ്ങളൊക്കെയും നീ ടെസ്റ്റ് ചെയ്യുക. ഈ വചനങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് അതിനെ ശോധന ചെയ്യുക. ശോധന ചെയ്തതിന് ശേഷം മാത്രം നല്ലത് മാത്രം നീ തിരഞ്ഞെടുക്കുക. നിന്റെ ജീവിതത്തിൽ ധാരാളമായി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ കാര്യങ്ങളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ സുവിശേഷീകരണം, സാക്ഷീകരണം. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ സുവർത്തമാനം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ആകുന്നു നമ്മുടെ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയിക്കുക എന്നതാണ് നമ്മുടെ സുവിശേഷം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന എല്ലാ പ്രവാചകന്മാരും ദൈവത്തിൽ നിന്നുള്ളത്, അല്ല എങ്കിൽ അത് അശുദ്ധാത്മാവിൽ നിന്നുള്ളതാകുന്നു എന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് പറയുന്നു. എപ്രകാരമാണോ അവർ ജീവിക്കുന്നത്? പലപ്പോഴും ഉപദേശിക്കുന്ന ആളുകൾ നേരെയല്ലാതായിരിക്കുന്നു. പലപ്പോഴും ഉപദേശിക്കുക മാത്രം ചെയ്യും, പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ അത് കാണുകയില്ല. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അത് അപ്രകാരമുള്ള ആളുകൾ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാരല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നവരാ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ഇന്ന് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ബുദ്ധിയുള്ളവരായി അവരെല്ലാം ശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രേരിതമാകട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സത്യമായും സത്യവചനങ്ങൾ സംസാരിക്കുമ്പോൾ, സമാധാനം സംസാരിക്കുമ്പോൾ അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. അതിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ആ പ്രവചനങ്ങൾ നിവർത്തിയാകുമ്പോൾ അവരിൽ വിശ്വസിച്ചുകൊള്ളുക. അവരുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാകുന്നു. അപ്രകാരം ഒരു ആത്മാവിനെയാണ് നിനക്ക് ആവശ്യം. അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയും നിന്നെ വേദനപ്പെടുത്തുകയും നിന്റെ വേദനകളിൽ നിന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവല്ല നിന്നിലുള്ളതാ. നിന്നെ ഭയപ്പെടുത്തുന്ന ഒരാത്മാവല്ല, നിന്റെ മനോനില തെറ്റിക്കുന്ന ഒരാത്മാവല്ല ദൈവത്തിൽ നിന്നുള്ളത്. അതെല്ലാം കള്ളക്രിസ്തുക്കളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഉരുവായതാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് സ്വച്ഛമായത് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നിനക്ക് ഏറ്റവും സമാധാനം തരും, ഏറ്റവും സന്തോഷം തരും. ദൈവത്തിൻ്റെ സ്നേഹം നിന്നിലുണ്ടാകും. ആ സ്നേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്കും സാധ്യമായി തീരും. അപ്രകാരം ഒരു പ്രവാചകന്മാരെയാണ് നമുക്ക് ആവശ്യം. ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അപ്രകാരമുള്ള പ്രവാചകന്മാരെയാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാവുന്നവർ, കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ, അവനാകുന്നു നമ്മുടെ രക്ഷ, അവനാകുന്നു നമ്മുടെ പാറ, അവനാകുന്നു ആത്മീയ മന്ന എന്ന് മനസ്സിലാക്കിയവർ മാത്രമാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തിയതാകുന്നു എന്ന് പ്രസംഗിക്കുന്ന എല്ലാ പ്രവാചകന്മാരും ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. പലപ്പോഴും ദൈവിക ആത്മാവില്ലാതെ കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ നമ്മോട് സംസാരിക്കുന്നു. നാമോ അതിൽ അന്ധകാരത്തിൽ വീണുകൊണ്ട് വിശ്വാസത്യാഗം സൃജിച്ച് പലപ്പോഴും അന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ മുറുകെ പിടിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നകന്ന് ഈ പ്രവാചകന്മാർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ദൈവങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്ന്, പദ്ധതിയിൽ നിന്ന് നീ മാറ്റിപ്പോകുന്ന ചിന്താഗതിയാകുന്നു. നീ മാറിപ്പോകരുത്. അപ്രകാരം ഒരു മാറ്റം ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഏറ്റവും താഴ്മയുള്ളവനായിരിക്കുക. നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും താഴ്മയുള്ളവനായിരിക്കുക. നിൻ്റെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് റാമയിൽ ഒരു കരച്ചിലുണ്ടാകുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഈ റാമയിൽ ഒരു കരച്ചിലുണ്ടാകുന്നത്
കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവായിരുന്ന ഹെരോദ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം സാമ്രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ പ്രവാചകന്മാർ മുഖാന്തരം അദ്ദേഹം അരുളി ചെയ്തിരിക്കുന്ന കാര്യം അദ്ദേഹം നിവർത്തിയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളെയും അദ്ദേഹം കൊന്നൊടുക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈജിപ്തിലേക്ക് യാത്രയാകുവാൻ ദൈവാത്മാവ് പ്രേരിതമായി ദൈവദൂതൻ വന്ന് അവിടെ പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഈ കാര്യമൊക്കെയും നടക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കുക, നാം അവനിലൂടെ മനസ്സിലാക്കുക. വചനം പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് ഇപ്രകാരമാകുന്നു. പ്രവാചകന്മാർ വർഷങ്ങൾക്ക് മുൻപേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും പറയുന്ന കാര്യങ്ങളാണ്. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, രാമയിൽ ഇപ്രകാരം സംഭവിക്കും, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ അത് നിവർത്തിയാകുന്നു. യിരെമ്യാ പ്രവാചകനാണ് ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നത്. രാമയിൽ കരച്ചിലുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്താണ് ഇതുണ്ടാകുന്നതെന്ന് അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹെരോദാവ് ഇപ്രകാരം പ്രവർത്തിക്കുമെന്ന് യിരെമ്യാവിന് മുമ്പേ അറിയാമായിരുന്നു. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യമൊക്കെയും അവർ വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണ് എങ്കിൽ പ്രവാചകന്മാർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പ്രവചന കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കുന്നു സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്രകാരം സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കുക, ദൈവവചനം എപ്രകാരമാണ് നമ്മോട് പറയുന്നത്. അവരെ ശോധന ചെയ്യുക, പ്രവാചകന്മാരെ ശോധന ചെയ്യുക. വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു, അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അപ്രകാരം ആ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അവരെ നമ്മൾ പുച്ഛീകരിക്കരുത്, അല്ലെങ്കിൽ തുച്ഛീകരിക്കരുത്. അവരിൽ നല്ലത് മാത്രം ശോധന ചെയ്യുക, അതിന് മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. അപ്പോസ്തലനായ പൗലോസും അപ്രകാരം തന്നെയാണ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൽ അനുസരിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുക. നിന്റെ വിശ്വാസ ജീവിതം താഴ്മയുള്ളതായിരിക്കട്ടെ. എളിമയോടുകൂടെ തന്നെ ഈ വാക്യങ്ങളൊക്കെയും നീ കേട്ടുകൊണ്ട് ശോധന ചെയ്യുക. അപ്രകാരം ശോധന ചെയ്യുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം നിനക്ക് ഈ പ്രവചനങ്ങളൊക്കെയും നിവർത്തിയാകുവോളം, ദൈവത്തിൻ്റെ രണ്ടാം വരവോളം ആകാംക്ഷയോടുകൂടെ തന്നെ കാത്തിരിക്കുക. നിന്നെ തെറ്റിക്കുവാൻ തക്കവണ്ണം അനേകം കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിലുണ്ട്. സത്യം, ആ കള്ളക്രിസ്തുക്കൾ ഈ ലോകത്തിലുണ്ട്. അവർ വരുമല്ലോ എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. അപ്രകാരം അവർ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നീ ഓർത്തുകൊള്ളുക, അവർ നിന്നെ തെറ്റിക്കുവാൻ തക്കവണ്ണം വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ രാമയിൽ കരച്ചിലും ഉണ്ടാകും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അത് വ്യക്തമായി അത് ഓർമ്മിപ്പിക്കുന്നു, അത് നടന്ന കാര്യമായി ഓർമ്മിപ്പിക്കുന്നു. അത് നീ മുറുകെ പിടിച്ചുകൊള്ളുക. അപ്രകാരം ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളെ നിറച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെ കരം നീ ഇവിടെ നീട്ടിക്കൊള്ളുക. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രേരിതമാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തരട്ടെ ആരാണ് കള്ളപ്രവാചകന്മാർ, ആരാണ് ദൈവത്തിൽ നിന്നുള്ള നല്ല പ്രവാചകന്മാർ എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ താഴ്മയുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഫലമേൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുള്ള ദൈവമേ കർത്താവേ, അടിയന് ദൈവമേ യേശുവെ ഇപ്പോൾ സംസാരിച്ച വചനം ആത്മാവിൽ ദൈവമേ പ്രേരിതമായി ദൈവമേ യേശുവെ പ്രവാചകന്മാരെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇവിടുന്ന് ഓർമ്മിപ്പിക്കുമാറാണമേ, ബുദ്ധി ഉപദേശിപ്പിച്ചു തരുമാറാണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവും വിശ്വസ്തയോടു കൂടെ തന്നെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ആയിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. അനുഗ്രഹങ്ങളെ നിറച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെ കരം നീട്ടണം. നല്ല രാജ്യവും ശക്തിയുമൊത്തുള്ള പിതാവേ. ആമേൻ, ആമേൻ.